Next is subspaces of vector space. നമ്മുടെ കയ്യിലൊരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിന്റെ സബ്സെറ്റുകൾ എങ്ങനെ ഒരു സബ്സ്പേസ് ആയിട്ട് മാറുന്നതാണ് നോക്കുന്നത്. ലെറ്റ് നോൺ എംപ്റ്റി സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ബി എ വെക്ടർ സ്പേസ്. എസ് അതിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. ഈ സബ്സെറ്റിനെ സബ്സ്പേസ് എന്ന് വിളിക്കണമെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഇസ് എ വെക്ടർ സ്പേസ് ആയിരിക്കണം. ഓക്കെ, ആ സബ്സെറ്റ് അത് തന്നെ ഒരു വെക്ടർ സ്പേസ് ആവാം. എപ്പോഴും നമ്മൾ സബ് സ്പേസ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഒക്കെ പറയുന്ന കൺസെപ്റ്റ് ആണ് സബ്സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സബ്സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സെറ്റ് ആവണം. അതെന്താവണം, അത് സ്വയമേ എന്താവണം, ഒരു വെക്ടർ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യണം. അണ്ടർ ദ സെയിം ഓപ്പറേഷൻസ്, അതേ ഓപ്പറേഷൻസ് ആയിരിക്കണം. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എടുക്കുന്ന വെക്ടർ സ്പേസിന്റെ അതേ വെക്ടർ അഡീഷനും അതേ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സബ്സെറ്റും എന്താവുക, ഒരു വെക്ടർ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് എ സബ്സ്പേസ്. ഇനി അതിനുള്ള എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. വി ഹാവ് എ ക്രൈറ്റീരിയ. ഒരു തന്നിട്ടുള്ള ഒരു സബ്സെറ്റ്, ഇപ്പൊ വി ഒരു തന്നിട്ടുണ്ട്, എസ് എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സബ്സെറ്റിന്റെ സബ്സ്പേസ് ആവണമെങ്കിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. ഏതൊക്കെയാ? വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എന്താ അത്? ഫസ്റ്റ് പ്രോപ്പർട്ടി, എക്സ് വൈയിലെ രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ എസിൽ ഉണ്ടാവുക. ക്ലോഷർ പ്രോപ്പർട്ടി, അഡീഷണലിന്റെ ക്ലോഷർ പ്രോപ്പർട്ടിയും എക്സ് എസിൽ ഉണ്ടെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോഷർ പ്രോപ്പർട്ടി. അതായത് വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, എസ് എന്നതിന്റെ സബ്സെറ്റ് ഉണ്ടെങ്കിൽ ഈ സബ്സെറ്റ് വെക്ടർ സ്പേസ് ആവാൻ രണ്ട് പ്രോപ്പർട്ടി നോക്കിയാൽ മതി. ഒന്ന്, വെക്ടർ അഡീഷനിലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, വെക്ടർ അഡീഷനിലും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലെയും എന്ത് വേണം? ക്ലോഷർ പ്രോപ്പർട്ടി മാത്രം ചെക്ക് ചെയ്താൽ മതി. വെക്ടർ അഡീഷണൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോഷർ പ്രോപ്പർട്ടി മാത്രം മതി നമുക്ക് എന്തെന്ന് ചെയ്യാൻ, ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അതൊരു സബ്സ്പേസ് ആയിട്ട് മാറും. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. സോ നമുക്ക് വി വെക്ടർ സ്പേസ് എസ് എ സബ്സ്പേസ് ആവണമെങ്കിൽ ഈ രണ്ടെണ്ണം ആവണം. ഈ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുക. ഒപ്പം അതേപോലെ വി എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് സബ്സെറ്റും കൂടി ആണെങ്കിൽ സബ്സ്പേസ് ആയിക്കോളും. അത്തരത്തിലുള്ള പ്രോപ്പർട്ടി. ഓക്കെ, അത് പ്രൂഫ് ഒന്നും പഠിക്കാനല്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. ഒരു നോൺ എംപ്റ്റി സെറ്റ് എസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് എങ്ങനെ എഴുതാം? അത് രണ്ട് പ്രോപ്പർട്ടിക്ക് എഴുതുന്നത് അഡീഷണൽ ക്ലോഷർ ആണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും എനി ടു എലമെന്റ് എടുത്തതിൽ ആഡ് ചെയ്തിട്ട് എലമെന്റ് എസ് ഉണ്ടാവണം, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എലമെന്റ് എസ് ഉണ്ടാവണം. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഈ രണ്ട് പ്രോപ്പർട്ടി എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ഒരുമിച്ച്? ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ. ഏത് രണ്ട് എലമെന്റ് എക്സ് വൈ എടുത്താലും അതിൽ ആൽഫ ബീറ്റ രണ്ട് കോൺസ്റ്റന്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സ്കേലാർ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ എന്ന് പറഞ്ഞ എലമെന്റ് എസ് ഉണ്ടായാൽ മതി. ഇത് സിമ്പിൾ ആയിട്ട് ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ഒന്നിച്ചിരിക്കും ഇങ്ങനെ പറയാം, ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ എസ് ഉണ്ടായാൽ മതി എന്നുള്ളത്. നമുക്ക് പ്രോബ്ലം നോക്കാം. ഈ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഈ ഒരു തിയറം വെച്ചിട്ട് നമുക്ക് സബ്സ്പേസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എസ് എന്ന് പറഞ്ഞ സെറ്റ് ഇങ്ങനെ എടുക്കുന്നത് ഒരു 5 ടപ്പിളിന്റെ കളക്ഷൻ, ആർ ഫൈയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ അതൊരു 5 ടപ്പിൾ ആണ്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? a1 x1 a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് a4 x4 0 ആയിരിക്കണം. ഫോർ സം ഫിക്സഡ് a1 a2 a5 വരെയുള്ളത് ഫിക്സഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഇത്തരത്തിലൊരു ഇതിന്റെ കോമ്പിനേഷൻ വിളിക്കും, ലീനിയർ കോമ്പിനേഷൻ എന്നൊക്കെ പറയും. അത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് R5 ആർ ക്രോസ് 5 ടൈംസ് അതിന്റെ ഒരു സബ്സ്പേസ് ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. സബ്സ്പേസ് ആണെന്ന് കാണിക്കുന്നത് നമ്മൾ സബ്സെറ്റ് ഓൾറെഡി ആവും, കാരണം എലമെന്റ്സ് എല്ലാം R5 എലമെന്റ്സ് അല്ലേ. അപ്പൊ സബ്സെറ്റ് ആയി ഇനി എന്ത് വേണം? ഈ രണ്ട് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി അല്ല, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടി സെപ്പറേറ്റ് പ്രൂവ് ചെയ്താലും മതി. ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു. ഓരോന്നും ഇഷ്ടമുള്ള പോലെ ചെയ്യാം, സെപ്പറേറ്റും ചെയ്യാം ഒരുമിച്ച് ചെയ്യാം. ഇവിടെ ഡിഫൈൻ ചെയ്ത ഓപ്പറേഷൻ എന്താ? എക്സ് പ്ലസ്. ആദ്യം ഓപ്പറേഷൻ പറയണ്ടേ? R5 ഓപ്പറേഷൻ എന്താണ് അത് തന്നെയായിരിക്കും ഇവിടത്തെയും ഓപ്പറേഷൻ. R5 ഓപ്പറേഷൻ എന്താ? കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുക. അപ്പൊ x1 y1 x1 x2 x3 x4 x5 ഇങ്ങനെയാണ്. y1 y2 y3 y4 y1 y2 y3 y4 y5 ഇങ്ങനെയാണെങ്കിൽ അവരുടെ സം എങ്ങനെയാ? കറസ്പോണ്ടിങ് ടേംസ് ആഡ് x1 പ്ലസ് y1 x2 പ്ലസ് y2 x3 പ്ലസ് y3 x4 പ്ലസ് y4 x5 പ്ലസ് y5. ഇതായിരിക്കും അടുത്ത അഡീഷൻ. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓരോ ടേമിലും ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? സ്കേൽ അത് രണ്ട് അവിടുത്തെ 0th എലമെന്റ് ഏതാ? 5 ടപ്പിളിലും 0 ആവുന്ന എലമെന്റ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോപ്പർട്ടി എക്സും വൈയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, എക്സും വൈയും എവിടുത്തെ എലമെന്റ്? എസിലെ മെമ്പേഴ്സ് ആണെങ്കിൽ അത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. എസിലെ മെമ്പേഴ്സ് എല്ലാം ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സോ a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര പ്ലസ് a5 x5 0 ആയിരിക്കും. അതേപോലെ a1 y1 പ്ലസ് a2 y2 പ്ലസ് എക്സെട്ര a5 y5 0 ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം ഇനി? ഈ ഇതിൽ രണ്ടിന്റെ സം എടുക്കുക. സം എടുക്കുന്ന എലമെന്റ് എങ്ങനെയാ വരിക? ഇത് ഈ ഒരു സം എടുക്കില്ലേ? a1 ഈ ഒരു ടേം എസിൽ ഉണ്ട് എന്ന് കാണിക്കണം. എസിൽ ഉണ്ടെന്ന് കാണിക്കാൻ എന്താ മതി? a1 ഇൻറ്റു x1 പ്ലസ് y1 പ്ലസ് a2 ഇൻറ്റു x2 പ്ലസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് a5 ഇൻറ്റു x5 പ്ലസ് y5 എന്തായാൽ മതി? 0 ആയാൽ മതി. ഓക്കെ അല്ലേ? ആ ഒരു കോമ്പിനേഷൻ 0 ആയി കഴിഞ്ഞാൽ ഈ എലമെന്റ് എസിൽ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? അത് ചെക്ക് ചെയ്ത് നോക്കാം.
a1 plus a1 x1 plus a1 into x1 plus y1, a2 into x2 plus y2, etc. plus a5 into x5 plus y5. ഇത് സ്പ്ലിറ്റ് ചെയ്ത് a1 x1 plus a2 x2 plus a5 x അത് 0. പിന്നെ a1 y1 plus a2 y2 plus etc. plus a5 y5 അതും 0. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ആൻസർ വിൽ ബി 0. അപ്പോൾ x plus y എന്താന്ന് കിട്ടിയേ? ഈ ടേം എസ്സിലുണ്ട്. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ആൽഫ x1 അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേമിലെ കിട്ടുക. ഇതിന് ഓരോ ടേമിനെയും a1 into alpha x1, a2 into alpha x2, a3 into alpha x3, a4 into alpha x4 plus a5 into alpha x5 ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0 ആണോ ചെക്ക് ചെയ്താൽ മതി. 0 ആണ്. ഓക്കെ, ഇതുള്ളത് കൊണ്ട് ഇത് 0 ആണ്. അപ്പൊ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒബ്വിയസ്ലി 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൽഫയുടെ സബ്സ്പേസ് ആണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ വെക്ടർ അഡീഷനും ക്ലോസ്ഡ് ആണോ എന്ന് മാത്രം മതി. രണ്ട് ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും അതേ എലമെന്റ് എസിൽ തന്നെ വരുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. അപ്പൊ നമ്മൾ അതിന്റെ സബ്സ്പേസ് ആണെന്ന് കിട്ടി. അടുത്ത എക്സാമ്പിൾ ആണ് CABയുടെ ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. ഇത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും ക്ലോസ്ഡ് ഇന്റർവെൽ ABയുടെ കൂടാതെ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ ABയിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എടുക്കാം. f belongs CAB എലമെന്റ്സ് തന്നെയാണ്. അപ്പൊ സബ്സെറ്റ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത്തരത്തിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അത് അങ്ങനെയുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ഫംഗ്ഷൻസിന്റെ കളക്ഷൻ V ആയിട്ട് എടുക്കാം. അപ്പൊ ഈ V എന്ന് പറയുന്നത് CABയുടെ കളക്ഷൻ ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ക്ലോസ്ഡ് ഇന്റർവെൽ AB എന്ന് പറഞ്ഞാൽ CABയുടെ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ത് നമ്മൾ ഇതേപോലെ അവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം? ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുക. ആൽഫ എഫ് ഇങ്ങനെയാണ് അവിടുത്തെ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, അപ്പൊ എന്ത് വേണം? ആദ്യത്തെ പ്രോപ്പർട്ടി ആയി എഫും ജിയും എടുത്തു കഴിഞ്ഞാൽ അവരുടെ സമ്മും എവിടെ ഉണ്ടാവണം? ഇവിടെ ഉണ്ടാവണം. അപ്പോൾ ആദ്യം എഫും ജിയും വിയിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടാവില്ലേ? എഫ് ഓഫ് എ പ്ലസ് ബി ബൈ ടു 0 ആയിരിക്കും, ജി ഓഫ് എ പ്ലസ് ബി ബൈ ടു 0 ആയിരിക്കും. അപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എ പ്ലസ് ബി ബൈ ടു എങ്ങനെയാ? എഫ് ഓഫ് എ പ്ലസ് ബി ബൈ ടു പ്ലസ് ജി ഓഫ് എ പ്ലസ് ബി ബൈ ടു. ഇതും 0 ഇതും 0. അപ്പൊ ആൻസർ വിൽ ബി 0. അതായത് എഫ് പ്ലസ് ജി ഓഫ് എ പ്ലസ് ബി ബൈ ടു എന്നാണ് 0. അപ്പൊ ഈ എലമെന്റ് എഫ് പ്ലസ് ജി ഇവിടെ ഉണ്ട്, ബിയിലുണ്ട്. അതേപോലെ എഫ് വിയിലുണ്ടെങ്കിൽ ആൽഫ വി നോക്കുക. ആൽഫ വി ഓഫ് എ പ്ലസ് ബി ബൈ ടു, ആൽഫ എഫ് ഓഫ് എ പ്ലസ് ബി ബൈ ടു. അപ്പൊ ആൽഫ എഫ് ഇൻറ്റു എ പ്ലസ് ബി ബൈ ടു. ഈ വാല്യൂ 0 ആണ്. അപ്പൊ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണെന്ന് കിട്ടി. അപ്പോൾ ആൽഫ എഫ് ഓഫ് സംതിങ് എ പ്ലസ് ബി ബൈ ടു 0 ആയതുകൊണ്ട് ആൽഫ എഫ് എവിടെ ഉണ്ട്? വിയിലുണ്ട്. അതല്ലേ പ്രോപ്പർട്ടി. അപ്പൊ ആൽഫ എഫും വിയിലുണ്ട്, എഫ് പ്ലസ് ജിയും വിയിലുണ്ട്, വിച്ച് മീൻസ് വി സബ്സ്പേസ് ഓഫ് CAB. ക്ലിയർ? അതേപോലെ PN ഒരു സബ്സ്പേസ്. PN ഒരു സബ്സ്പേസ് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് വിച്ച് ഹാസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതിന്റെ ഒരു സബ്സ്പേസ് ആയിട്ട് എങ്ങനെ ചൂസ് ചെയ്യുക? P(1) ഉം P(3) ഉം 0 എന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കുക. നമ്മൾ എടുക്കുന്നതിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കുമ്പോൾ റെസ്ട്രിക്റ്റഡ് ആയില്ലേ? അപ്പൊ PNന്റെ സബ്സെറ്റ് ആവും. ഓക്കെ, പോളിനോമിയൽസ് ആണ്, പക്ഷെ അതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ വരുമ്പോൾ അത് കുറച്ചുകൂടി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. എല്ലാ പോളിനോമിയൽസും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പൊ x-1 x-3 ഇൻറ്റു x-1 ഇത് ഇതിനകത്ത് വരുന്നൊരു പോളിനോമിയല. ഈ PN അകത്ത് വരുന്ന പോളിനോമിയൽ. കാരണം P(3) ഉം 0 ആണ്, P(1) ഉം 0 ആണ്. ഓക്കെ അല്ലെ? എക്സിന് 3 കൊടുത്താലും എക്സിന് 1 കൊടുത്താലും 0 അല്ലേ? അപ്പൊ ഒരു പോളിനോമിയൽ കിട്ടി. ഇത്തരത്തിൽ ഒരുപാട് പോളിനോമിയൽസ് വരാം. അങ്ങനെയുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് S എന്ന് പറയുന്നത്. അപ്പൊ S PNന്റെ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ രണ്ട് എലമെന്റ് എവിടെ എടുക്കുക? S എന്ന് എടുക്കുക. അപ്പൊ S ന്ന് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. P of x ഉം Q of x ഉം S ൽ. അപ്പൊ P(1) 0, P(3) 0, Q(1) 0, Q(3) 0. P plus Q എടുത്താലോ? P plus Q(1), P(1) plus Q(1), P(1) 0, Q(1) 0. അപ്പൊ ആഡ് ചെയ്താലും 0. P plus Q(3), P(3) plus Q(3). അപ്പൊ ആഡ് ചെയ്താലും 0. അപ്പൊ P plus Q ഇവിടെ ഉണ്ട്. P plus Q(1) 0, P plus Q(3) 0. അപ്പൊ P plus Q ഇവിടെ ഉണ്ട്, S ലുണ്ട്. അതേപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. P(1) 0, P(3) 0 അല്ലെ? P S ൽ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്ക് എലമെന്റ് എവിടെ ഉണ്ടാവും? S ൽ ഉണ്ടാവും. സോ S എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് PNന്റെ സബ്സ്പേസ് ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വരുന്ന കൺസെപ്റ്റ് ആണ് ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ. നമുക്ക് അതിന്റെ ബേസ് ഒക്കെ പറയാൻ വേണ്ടി ആവശ്യമുള്ള സാധനമാണ് ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ. നോക്കാം. S എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിൽ കുറച്ച് എലമെന്റ്സിന് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ആൽഫ ഐസ് ഇതൊരു വെക്ടർ സ്പേസിൽ എലമെന്റ്സ് എന്ന് വിചാരിക്കുക. വെക്ടർ സ്പേസ് ഓവർ എഫ് ഉണ്ടാവില്ല, V ഓവർ എഫിലാണ്. എഫ് എന്ന് പറഞ്ഞ ഫീൽഡ്, ഓവർ എഫ് എന്ന് പറഞ്ഞ ആ ഫീൽഡിൽ V എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ആണ്. അതിനൊരു സബ്സെറ്റ് ആണ് ഈ x1 x2 etc. സബ്സ്പേസ് ഒന്നും അല്ല, സബ്സെറ്റ്. ഈ സെറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്ന് കുറച്ച് A1 A2 എക്സെട്ര അല്ലെങ്കിൽ α1 α2 എക്സെട്ര ആൽഫ എന്ന് വെച്ച എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ α1 x1 പ്ലസ് α2 x2 αn xn എഴുതുന്നതിനെയാണ് ഈ x1 x2 xnന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കുക. ഈ ആൽഫ വൈസ് എന്തോ ആയിക്കോട്ടെ, കുറച്ച് എലമെന്റ്സിന് ഇങ്ങനെ പ്രൊഡക്റ്റ് ആക്കി എഴുതിയിട്ട് ആഡ് ചെയ്ത പോലെ കാണിക്കുന്നതിനെയാണ് ലീനിയർ കോമ്പിനേഷൻ. ആൽഫൈസിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ല, x1 x2 എക്സെട്ര xnന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കും ഇതിന്. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ചിലപ്പോൾ നോക്കൂ, ഞാൻ എടുത്ത എലമെന്റ് ഇപ്പോ x1
മൈനസ് എക്സ് ടു ആണെന്ന് വിചാരിക്കുക എൻ്റെ ഒരു എലമെന്റ്. എനിക്ക് ഇതിനെ എങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാം? 1x1 മൈനസ് 1x2, അതായത് അങ്ങനെ എഴുതിക്കൂടെ ഈ ഒരു എലമെന്റിനെ? അതായത് അതിനൊക്കെയാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലെ? അത്തരത്തിൽ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാവും, നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാവും. എല്ലാ കോഎഫിഷ്യന്റും 0 ആണെങ്കിൽ α1 0, α2 0, αn 0, ഇങ്ങനെയുള്ള ലീനിയർ കോമ്പിനേഷൻ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ വിളിക്കും. ഏതെങ്കിലും ഒരു ആൽഫൈസ് നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്ന് നോൺ സീറോ, ഏതെങ്കിലും ഒന്ന് സീറോ അല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി ലീനിയർ സ്പാൻ. ഒരു എലമെന്റ് എസ് എന്ന് പറഞ്ഞ സെറ്റ്, സബ്സെറ്റ് വിയുടെ സബ്സെറ്റ് ആണ്. അത് സ്പാൻ ചെയ്യണു. ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കണമെങ്കിൽ, ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കണമെങ്കിൽ എങ്ങനെയാ ലീനിയർ സ്പാൻ ഓഫ് എസ്? ഇത്തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷനുകളുടെ കളക്ഷൻ. ഇത്തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ ലീനിയർ കോമ്പിനേഷൻ പറഞ്ഞില്ലേ? അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ഒരുപാട് ആൽഫൈസ് ഒക്കെ മാറി മാറി വരാമല്ലോ. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് നിർബന്ധമൊന്നുമില്ല. ഓരോ എലമെന്റ് ആൽഫൈസിന് മാറി മാറി വരാം. അങ്ങനെയുള്ള ഇപ്പൊ നോക്കൂ, ഞാൻ ഒരു കോമ്പിനേഷൻ എടുത്തു, 1x1 plus x2 plus etc plus x, ഇത് കോമ്പിനേഷൻ. 5x1 minus 2x2 plus x5 എന്ന് മാത്രം എടുത്തു, ബാക്കിയെല്ലാം 0. അപ്പോ 0x3 0x4 0x6 അങ്ങനെ. ഇതൊരു കോമ്പിനേഷനാണ്, ഇതൊരു കോമ്പിനേഷൻ. അപ്പൊ ഈ ഇങ്ങനത്തെ എലമെന്റ്സ് ലീനിയർ കോമ്പിനേഷനുകൾ എല്ലാം വരുന്ന സെറ്റ് ആണ് എസ് ആയിട്ട് എടുക്കുക. സ്പാൻ ഓഫ് എസ്. സ്പാൻ ഓഫ് എസ് മനസ്സിലായോ? എസ് എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സിന്റെ ഏത് കോമ്പിനേഷൻ എടുത്താലും അതെല്ലാം വരുന്ന കളക്ഷൻ ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, അതിൽ ഏത് എലമെന്റ് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ആണ് എന്താ? ലീനിയർ സ്പാൻ ഓഫ് എസ്. ഓക്കെ അല്ലെ? ലീനിയർ സ്പാൻ ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ. ക്ലിയർ? എങ്ങനെയാ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുക? അവരുടെ കളക്ഷൻ എടുക്കുന്ന സെറ്റിനെ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പൊ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് കളക്ഷൻ ആണ് ലീനിയർ സ്പാൻ. ഇനി ഒരു തിയറം നോക്കാം. എസ് എന്ന് പറയുന്നത് ഒരു n എലമെന്റ്സിൽ ഒരു സെറ്റ് ആണ്. അത് ബി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. ആയിക്കോട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്താ? സ്പാൻ ഓഫ് എസ് ഒരു സബ്സ്പേസ് ആയിരിക്കും. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞ സെറ്റ് ലീനിയർ കോമ്പിനേഷന്റെ കളക്ഷൻ എടുത്തത് ഒരു സബ്സ്പേസ് ആയിരിക്കും. സബ്സ്പേസ് ആവണമെങ്കിൽ എന്താ? ഏതൊരു എലമെന്റ്, രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്താലും അതേ എലമെന്റ് സ്പാൻ ഓഫ് എസ് ഉണ്ടാവണം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും അതേ എലമെന്റ് വീണ്ടും ഉണ്ടാവണം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലും വെക്ടർ അഡീഷനിലെയും എന്ത് പ്രോപ്പർട്ടി? ക്ലോഷർ പ്രോപ്പർട്ടി. മനസ്സിലായിട്ടുണ്ടോ? അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പാൻ ഓഫ് എസ് എലമെന്റ്സ് ഒക്കെ എങ്ങനെയാ? ലീനിയർ കോമ്പിനേഷനുകൾ. ഞാൻ അതിലത്തെ രണ്ട് എലമെന്റ് എടുത്തു. എങ്ങനെയാ രണ്ട് എലമെന്റ് എടുക്കുക? α1 x1. ഓക്കെ, എങ്ങനെ എടുക്കുക? ഞാൻ രണ്ട് എലമെന്റ് എടുത്തു, എക്സ് ഒരു എലമെന്റ് എടുത്തു. അതായത് എലമെന്റ്സ് ഒക്കെ കോമ്പിനേഷൻസ് അല്ലേ? അപ്പൊ ഒന്ന് എലമെന്റ് α(x1 + α(x2 + α(xn). അടുത്ത എലമെന്റ് ഞാൻ βx1 + etc + βxn. ആൽഫ ഞാൻ ഈ കോഎഫിഷ്യൻസ് മാറിക്കൊണ്ടിരിക്കും, x1 x2 ഒന്നും മാറരുത്. ഇങ്ങനെ ആയിരിക്കും അതിലത്തെ രണ്ട് എലമെന്റ് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ട് ആഡ് ചെയ്താലും ആ എലമെന്റ് സ്പാൻ ഓഫ് എസ് തന്നെ ഉണ്ടെന്ന് കാണിച്ചു എടുക്കണം. ആഡ് ചെയ്ത് എന്താ കിട്ടുക? α(x1 + ടേം ബൈ ടേം ആഡ് ചെയ്യാം. അപ്പൊ എന്താ? α + β1 x1 plus alpha plus beta2 into x2 etc alpha plus beta into xn. എന്താ കിടക്കണേ? സംതിങ് into x1 plus something into x2 plus something into xn. ഇതൊരു ലീനിയർ കോമ്പിനേഷൻ തന്നെയല്ലേ? അപ്പൊ അതവിടെ ഉണ്ടാവും, സ്പാൻ എസ് ഉണ്ടായിരിക്കും. ഓക്കെ, കോമ്പിനേഷൻ വീണ്ടും സ്പാൻ എസ് ഉണ്ട്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്താലോ? α(x1 + α into α1 x1 plus α2 into α2 x2 plus etc alpha into alpha എടുക്കുന്നില്ല, വേറെ എന്തെങ്കിലും നമ്പർ എടുത്താലും മതി, കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ. ഇപ്പൊ നോക്കൂ, ഇതിനെന്താ? ഇത് ഇങ്ങനെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് x1 x2 xന്റെ ലീനിയർ കോമ്പിനേഷൻ തന്നെയാ. ഇതാണ് കോഎഫിഷ്യന്റ് എന്നേ ഉള്ളൂ. അപ്പൊ ഇതും x1 x2 xന്റെ ലീനിയർ കോമ്പിനേഷൻ, വിച്ച് മീൻസ് അത് എവിടെ ഉണ്ട്? സ്പാൻ എസിൽ ഉണ്ട്. മനസ്സിലായോ? അതാണ് അതിനുള്ള എക്സാമ്പിൾ. ഏത് നമ്മൾ പറഞ്ഞ അത് പ്രൂഫ്. ഏതിനുള്ള പ്രൂഫ്? അത് ഇപ്പൊ പറഞ്ഞ സ്പാൻ എസ് എന്ന് പറയുന്നത് ചോദിക്കട്ടെ, ഇതൊരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യത പ്രോബ്ലം. സ്പാൻ എസ് വെക്ടർ സ്പേസ് വിയുടെ സബ് സ്പേസ് ആണെന്നുള്ളൊരു തിയറം. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ, എസ് എന്ന് പറയുന്നത് 1001 എന്ന് എടുത്തു. 1001. ഓക്കെ, R2ന്റെ ഒരു ഇതിന് R2 എന്ന് പറഞ്ഞ സ്പേസ്, അതിനെ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നൊക്കെ വിളിക്കാം. R2ന്റെ ഒരു സബ്സെറ്റ് എടുത്തു. ഇനി എനിക്ക് R2ലെ ഏതൊരു എലമെന്റ് എടുത്തു വിചാരിക്കാം. R2ലെ ഏത് എലമെന്റ് xy എടുത്താലും ഇങ്ങനെ എഴുതിക്കൂടെ? x into 10 plus y into 101. അപ്പൊ നോക്കിയാൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? x0 is equal to x0 plus 0y. അല്ലെ? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് xy തന്നെ കിട്ടില്ലേ? മനസ്സിലായോ? അപ്പൊ ഏത് എലമെന്റ് xy എടുത്താലും, ഏത് R2ലെ ഏത് എലമെന്റ് xy ജനറൽ എലമെന്റ് എടുത്താലും അതിന് ഈ 1001ന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. അപ്പൊ ഈ സ്പാൻ എസ് എന്താ? ഇത്തരത്തിലെ കോമ്പിനേഷന്റെ കളക്ഷൻ ഏതാ? ഫുൾ R2 വരില്ലേ? R2ലെ ഏത് എലമെന്റ് ആണ് ഈ xy? അപ്പൊ ഈ 1001ന്റെ ലീനിയർ കോമ്പിനേഷനിലെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy എന്ന് എടുത്തേ ഉള്ളൂ. α1 α2 എന്നൊക്കെ എടുക്കാം. സോ x into 10 plus y into 01. എങ്ങനെ എഴുതാം? xy
ഇത്തരത്തിലുള്ള ലീനിയർ കോമ്പിനേഷൻ കളക്ഷൻ ശരിക്കും ആരാ R2 അല്ലെ? R2 എലമെന്റ്സ് അല്ലെ ഇങ്ങനെ എഴുതാ XY എന്ന് എഴുതി കഴിഞ്ഞ എലമെന്റ്സ് എല്ലാം R2 എലമെന്റ്. അപ്പൊ R2 ഏത് എലമെന്റ് എടുത്താലും ഈ 1001ന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. അപ്പൊ സ്പാനസ് ശരിക്കും ആരാ? R2 തന്നെയാണ്. അതായത് Rn കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 1001 നിർത്തത് R2ന്റെ സ്പാനസ്. R2നെ സ്പാൻ ചെയ്യണമെന്ന് മനസ്സിലായി. സ്പാൻ ചെയ്യുക എന്ന് പറയും. ഇത് R2നെ സ്പാൻ ചെയ്ത സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ R2ൽ ഏത് എലമെന്റ് എടുത്താലും ഈ 1001ന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. അതാണ് സ്പാനിന്റെ ശരിക്കുമുള്ള ഡെഫിനേഷൻ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ Rn എടുക്കണം. Rnലെ ഒരു ജനറൽ എലമെന്റ് എങ്ങനെ എടുക്കാം? x1 x2 x xn അല്ലെങ്കിൽ a1 a2 etc an. ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുകയാണ്. അവിടുത്തെ എങ്ങനെയായിരിക്കും സ്പാൻ സെറ്റ് വരിക? ഫസ്റ്റ് എലമെന്റ് ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് എലമെന്റ് 1 ബാക്കി 0, ഇവിടെ സെക്കൻഡ് എലമെന്റ് 1 ബാക്കി 0. ഇവിടെ ഇങ്ങനെ എടുക്കുക Rn എടുക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ് 1 then ബാക്കി എല്ലാം 0, സെക്കൻഡ് എലമെന്റ് 1 ബാക്കി എല്ലാവരും 0, അങ്ങനെ ഈ n വരെ ഇത്തരത്തിൽ n എലമെന്റ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ n എലമെന്റ്സിന്റെ സെറ്റ് Rnന്റെ സ്പാനിങ് സെറ്റ് ആയിരിക്കും. അതായത് Rnൽ ഏത് എലമെന്റ് എടുത്താലും ഈ നമുക്ക് 1000 0100 etc 00 ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് സ്പാനസ് എന്തായിരിക്കും? Rn തന്നെയായിരിക്കും. ഈ S എന്ന് പറഞ്ഞ സെറ്റ് ഏതാ? ഇത് E1 E2 etc En ഉള്ള സെറ്റ്, ഇതാണ് S. അത് ശരിക്കും Rnന്റെ സബ്സെറ്റുമാണ്. അത് എന്തായിരിക്കും? സ്പാനും ചെയ്യും. സ്പാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷൻ ഈ 100 ഈ എലമെന്റിന് ഇതിന് E1 E2 പേര് കൊടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നെയിം ചെയ്തു മാത്രം. അത്രയും വലിയ ടേംസ് എഴുതാൻ എളുപ്പത്തിന് E1 E2 കൊടുത്തു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സെറ്റ് എന്തായിരിക്കും? ശരിക്കും Rnനെ സ്പാൻ ചെയ്യും. അടുത്ത എക്സാമ്പിൾ ആണ് സ്പാൻ ഓഫ് 100 എന്ന് മാത്രം വിചാരിക്കുക. ഈ 100ന്റെ സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ, അതായത് ആൽഫ ഇൻറ്റു 100 അല്ലെ? ബാക്കിയുള്ളതുണ്ടെങ്കിൽ സം ബീറ്റ ഇൻറ്റു സംതിങ് എന്നൊക്കെ എഴുതിയിട്ട് ലീനിയർ കോമ്പിനേഷൻ. ഒരു എലമെന്റ് മാത്രമാകുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇതെന്താ? ആൽഫ 000 എന്ന് പറഞ്ഞാൽ ഇതൊരു സബ് സ്പേസ് അല്ലേ? ഓക്കെ, ഈ 100 ആൽഫ 00 എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റിന്റെ കളക്ഷൻ. ഇത് എന്തിനെ സ്പാൻ ചെയ്യും? 100. ഇതിന്റെ സ്പാനിങ് സെറ്റ് ഏതാ? 100. ഇത് ഏതാ? ഈ കളക്ഷൻ ഏതാ? X ആക്സസ്. ഇതിനെ സ്പാൻ ചെയ്യും? X ആക്സസിനെ സ്പാൻ ചെയ്യും. ഓക്കെ, അതായത് X ആക്സിലെ എല്ലാ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് R3 ടപ്പിൾ അല്ലേ? അപ്പൊ XY Z കോർഡിനേറ്റ്. X ആക്സിലെ ഏതെങ്കിലും എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Y കോർഡിനേറ്റ് 0, Z കോർഡിനേറ്റ് 0. അപ്പൊ ഈ എലമെന്റ്സ് ഏതിനെ ഡിനോട്ട് ചെയ്യണേ? X ആക്സസിനെ ഡിനോട്ട് ചെയ്യണേ. അപ്പോ നമ്മൾ ഇത്തരത്തിലൊരു 100 സ്പാൻ ചെയ്തിട്ട് വിച്ച് ഈസ് ആക്ച്വലി വാട്ട്? X ആക്സസ്. ക്ലിയർ? അത്രയുമാണ് എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.